ആദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് വേറൊരു ചാനലിന്റെ വീഡിയോ ആണ്. എന്താണെന്ന് അറിയാതെ കുറെ നാറികൾ അതിനകത്ത് കയറി മോശമായ ഒരു കമന്റ് ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുലപ്പാൽ നൽകാം എന്നൊരു തീരുമാനത്തിൽ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലുതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ കരുതുന്നത്. ഞാൻ നിൽക്കുന്നത് വയനാട് മേപ്പാടിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? അപ്പോൾ ഇതൊരു FBയില് ആ കുട്ടിയുടെ ഭർത്താവ് ഇട്ടതാണ് ഒരു പോസ്റ്റ്. അതായത് വയനാട് ദുരന്തത്തിൽപ്പെട്ട എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞു മക്കളുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞു മക്കള്, അവർക്ക് മുലപ്പാല് വേണ്ടേ? അപ്പൊ അതിന് ഇവർക്ക് ഒരു കുഞ്ഞു കുട്ടിയും ഒരു 2-3 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞു മക്കൾക്ക് മുലപ്പാലിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ ഭാര്യ കൊടുക്കും. അതിന് ആവശ്യമുള്ളവർ ഇത് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് അവരതൊരു പോസ്റ്റ് ഇട്ടു. അത് അങ്ങനെ ഇടാൻ തോന്നിയ ആ ഒരു മനസ്സുണ്ടല്ലോ, അതന്നെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. അതിന് അങ്ങനെയൊക്കെ തോന്നണം. അതവർ തോന്നി, അത് പബ്ലിക്കലി അതവർ പോസ്റ്റ് ചെയ്തു. അത് എത്രയോ പേരത് ഏറ്റെടുത്തു. അത് എന്താ പറയാ, നമ്മളാരും മുന്നിട്ട് വന്ന് ചെയ്യാത്തൊരു കാര്യമാണ്. അവർ ചെറുപ്പക്കാരാണ്, ഭാര്യയും ഭർത്താവും. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിനെ വിശപ്പാറുന്ന പോലെ അവിടെയുള്ള കുഞ്ഞുങ്ങളും വിശപ്പ് ആറണം എന്നുള്ളത് തോന്നിയിട്ട് അവരത് ചെയ്തു. പക്ഷെ കുറച്ച് പേര്, കുറെ ഞരമ്പ് രോഗികളുണ്ട്, അവരതിൻ്റെ താഴെ പോയിട്ട് എത്ര വൃത്തികെട്ട കമന്റുകളാണ് എഴുതിയിട്ടുള്ളത്. എന്താണ്, ഒരു പണിക്കും പോയില്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയോ ചെയ്തില്ലെങ്കിൽ ശരി, ഒരു കാര്യം ആർക്കും ഉപകാരമുള്ളത് പോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ഒരു കുടുംബത്തിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കരുത്. വൃത്തികെട്ട മെസ്സേജൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഞാനത് കണ്ടു. കുറേ മെസ്സേജുകൾ, കുറേ പേര് അതൊക്കെ ഫേക്ക് ID വെച്ചിട്ട് എന്തിനാണ് ആ ഒരു കുടുംബത്തിനെ ഇങ്ങനെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അവരെന്താ വേറെ വല്ലതാണോ ചെയ്തത്? എത്രയോ എന്താ പറയുക, കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അമ്മമാർക്ക് പാലില്ലാത്തതിൻ്റെ ഉണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായി പോകുന്നവർക്ക്, അല്ലെങ്കിൽ ആ സമയമാകാതെ പ്രസവിക്കുന്നവർക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് അപ്പം മുലപ്പാൽ ഉണ്ടായില്ലെങ്കിൽ പൗഡറൊക്കെ കലക്കി കൊടുക്കുന്ന ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ആ ഒരു ടൈം പീരീഡ് കുഞ്ഞുങ്ങൾ അനുഭവിച്ചു വരുന്ന, അല്ലെങ്കിൽ അമ്മമാർ അനുഭവിച്ചു വരുന്ന ആ ഒരു ഇതൊക്കെ എന്താണൊന്നും മനസ്സിലാവാത്തത്. എന്തിൻ്റെ ആ കുട്ടിയുടെ ഭർത്താവ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് എന്തൊക്കെയാണ് ഒരു വൃത്തികെട്ട മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്? അതുപോലെ ആ പെൺകുട്ടിയെ പറ്റിയും എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? നിങ്ങൾ ഈ മെസ്സേജ് എഴുതുന്നവരുടെയൊക്കെ വിചാരം, നിങ്ങൾ കാണുന്ന നെഗറ്റീവ് അതിൽ എന്താണ്? ഒരു കുഞ്ഞിനെ ഒരമ്മ അവരുടെ കുഞ്ഞിന്, സ്വന്തം കുഞ്ഞിനെ മുലപ്പാല് കൊടുക്കുന്ന അതേപോലെ മറ്റൊരു കുഞ്ഞിന് കൊടുത്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതിൽ ഏത് അർത്ഥത്തിലാണ് അതിലൊരു തെറ്റായിട്ട് കാണുന്നത്? അപ്പം നിങ്ങളുടെ മനസ്സ് എന്താണ് ഇത്രയും ദുഷിച്ചു പോകുന്നത്? അങ്ങനെ മോശം കമന്റ് എഴുതിയവരോടാണ് എനിക്കത് പറയാനുള്ളത്. നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്നവർ തന്നെയല്ലേ? എന്തിനാണ് അങ്ങനെ അവിടെ ഒരു വൃത്തികേട് കാണേണ്ട ആവശ്യം? അല്ലെങ്കിൽ ഈ മെസ്സേജ് എഴുതുന്നവർ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ തന്നെയല്ലേ കൊടുത്തു വരുന്നത്? എന്താണ് അവിടെ ഒരു വൃത്തികേട്? ഇത്രയും മോശപ്പെട്ട അതൊരു ദുരന്തം നടന്നെടുത്ത് ആ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ ഒരു നേരത്തെ ഒരു വിശപ്പാറുന്നതിന് ആറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ മുന്നിട്ട് ആരുടെങ്കിലും ഇത് ചോദിച്ചു പോകാൻ പറ്റും. അപ്പം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എത്രയോ പേര് പണമായിട്ടും അവരവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ സഹായങ്ങൾ ചെയ്യുന്നു. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അവർക്ക് മുലപ്പാലുണ്ട്, അവരുടെ കുഞ്ഞു കുടിച്ചാലും പിന്നെയും 2-3 കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് അവർക്കുണ്ട്, അതിനുള്ള ആരോഗ്യമുണ്ട്, അവർക്ക് അതേ കൊടുക്കാനുള്ളൂ. അതും എത്ര വലിയൊരു സംഭവമാണ്. ആർക്കും തോന്നാത്തത് അവർക്ക് തോന്നിയതിന് അഭിനന്ദിക്കല്ലേ വേണ്ടത്. ഇനി അഭിനന്ദിച്ചില്ലേലും കുഴപ്പമില്ല. എന്തൊക്കെ വൃത്തികേടാണ്. കുറേ പേര് ഇതിനു വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യാൻ ഒരു പണിക്കും തോരത്തിനും പോകാതിരിക്കുന്ന കുറേ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളവരാണ് ഇതുപോലത്തെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നതിൽ നിങ്ങളെ പോലുള്ളവരാണ് ഇത്രയും മനസ്സാക്ഷി, അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതിരിക്കുന്നവരെ ദുരന്തം കൊണ്ടുപോകേണ്ടത്. പക്ഷെ അവിടെ എത്രയോ നല്ല ആളുകളെയാണ് കൊണ്ടുപോയത്. പക്ഷെ നിങ്ങളെയും ദൈവം ഇങ്ങനെ വിട്ടുവെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പദ്ധതി ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലും ഉണ്ടാവാം. ദയവ് ചെയ്ത് ഇങ്ങനെ ആരും അവരാ കുടുംബം ജീവിച്ചു പോകട്ടെ. എത്രയോ പേര് നല്ല കമന്റ് ചെയ്തു, അവരെ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തു. അത് വേറെ ചാനലിന്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. ഫേസ്ബുക്കിലൊക്കെ നിറയെ അതിനെ കുറിച്ചിട്ടുണ്ട്. ആരും ഇങ്ങനെ ഉപദ്രവിക്കരുത്.
കുഞ്ഞു മക്കൾ അവർ കുടിച്ച് ജീവിക്കട്ടെ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യരുത്. ഇത് പ്രത്യേകിച്ച് എത്രയോ പേര് ആണുങ്ങൾ, നല്ല നല്ല ആളുകൾ എത്രയോ പേര് ലോകത്ത്, കൂടുതൽ ഏതെങ്കിലും ഒന്നോ അരയോ കുറച്ച് പേഴ്സൻറ്റേജ് മാത്രമാണ് ഈ വൃത്തികെട്ട മനസ്സുള്ളവർ. നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളുടെ അടച്ചിട്ട് അവിടെ ഇരിക്കൂ. നിങ്ങളിങ്ങനെ തുറക്കരുത്. ആ കുഞ്ഞുങ്ങൾ, അത് ഈ കുഞ്ഞു മക്കൾ, അതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് വിശപ്പടങ്ങട്ടെ പ്ലീസ്. എനിക്കത് കണ്ടപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറൊരു ചാനലിൽ ഇട്ടതാണ്. അപ്പോൾ ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് കാണിച്ചില്ല. ഞാൻ ആരെയും അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വൃത്തികെട്ട മെസ്സേജ് എഴുതുന്നവർ ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ദയവ് ചെയ്ത് അങ്ങനെ പ്രതികരിക്കാതിരിക്കുക. എനിക്കിത് പറയണമെന്ന് തോന്നി നിങ്ങളുമായിട്ട്. ഇത് ഞാൻ അതിനുവേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്തു. ബൈ.